നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ഹൈക്കമാൻഡിന്റെ ചുവപ്പുകൊടി. സൈബർ ഇടങ്ങളിൽ അനുകൂലികൾ നടത്തുന്ന ചർച്ചകൾ വിലക്കി കെ.സി. വേണുഗോപാലും. അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗും. മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിവെച്ചവർ മറുപടി പറയണമെന്ന് എം.കെ. രാഘവൻ. സിറ്റിംഗ് എംപിമാർ മത്സരിക്കേണ്ട എന്നത് കേരളത്തിലെ ചില നേതാക്കളുടെ ദുർവാശിയായിരുന്നുവെന്നും രാഘവൻ. മണ്ഡല നിർണയ ഭേദഗതി ബില്ലിൽ സമവായമായില്ല. ഇപ്പോഴത്തെ നിലയിലെ സീറ്റുകളിൽ സംവരണമാകാമെന്ന നിലപാടിൽ ഉറച്ച് പ്രതിപക്ഷം. ലോക്സഭയിൽ 4 മണിക്ക് വോട്ടെടുപ്പ്. അമേരിക്കയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളി ഇറാൻ. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറില്ല. ട്രംപ് തുടർച്ചയായി കള്ളം പറയുന്നുവെന്ന് വിമർശനം. ലബനനിലേക്ക് ഷെല്ലാക്രമണം തുടർന്ന് ഇസ്രായേൽ. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. വെന്തുരുകി പുനലൂരും പാലക്കാടും. വൈദ്യുതി ഉപഭോഗവും കുത്തനെ ഉയരുന്നു. കെ.എസ്.ഇ.ബിയുടെ ഉന്നതതല യോഗം ഇന്ന്. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസ്. മാനസികമായി പീഡിപ്പിച്ച് തിരിച്ചടവിന് പ്രേരിപ്പിച്ചെന്ന് എഫ്ഐആർ. ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി മൊഴിയെടുത്തു. ഇടക്കാല ജാമ്യത്തിന് ഹർജി നൽകി പ്രതികൾ. മധ്യപ്രദേശ് പോലീസിന് പിടികൊടുക്കാതെ കുംഭമേള വൈറൽ പെൺകുട്ടിയും ഭർത്താവും. സംരക്ഷിക്കുന്നവർ പെൺകുട്ടിയെ ഹാജരാക്കണമെന്ന നിർദ്ദേശം. പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടതില്ലെന്ന നിലപാടിൽ പെൺകുട്ടി. വാർത്തയിലേക്ക് വിശദമായി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ ഭൂരിപക്ഷം കിട്ടണം. പരസ്യ പ്രസ്താവന നടത്തുന്ന നേതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. വോട്ടെണ്ണൽ കഴിയും വരെ നേതാക്കൾ പരസ്യ പ്രതികരണങ്ങൾ നടത്തി പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കരുതെന്ന് ഹൈക്കമാൻഡും നിർദ്ദേശം നൽകിയിരുന്നു. തന്റെ പേരുമായി ബന്ധപ്പെട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ വിലക്കാൻ കെ.സി. വേണുഗോപാലും വിശ്വസ്തർക്ക് നിർദ്ദേശം നൽകിയതായാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിരുവിട്ടതോടെയാണ് ഹൈക്കമാൻഡിന്റെ നിർണായകമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിനു പിന്നാലെയാണ് അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്തെത്തിയിരിക്കുന്നത്. PMA സലാം വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അധ്വാനമാണ് തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉണ്ടാകാൻ പോകുന്ന നേട്ടം. അവരെ നിരാശരാക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ പോകാൻ കഴിയില്ല. ആദ്യം വോട്ടെണ്ണണം, അതിനുശേഷം ഭൂരിപക്ഷം ലഭിക്കണം, എന്നിട്ടാകട്ടെ മുഖ്യമന്ത്രി ചർച്ച എന്നാണ് PMA സലാം പ്രതികരിച്ചത്. അല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിനൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്. പിന്നെ UDF-ന് ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF-ലെ ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുക. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട് ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDF-ന്റെ പ്രവർത്തകർ ചെയ്ത മഹാത്യാഗം, ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. അതേസമയം സംസ്ഥാനത്തെ മുതിർന്ന ചില നേതാക്കൾക്കെതിരെ പോർമുന തുറന്നുകൊണ്ടാണ് M.K. രാഘവൻ MP-യുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ചർച്ചകൾക്ക് തുടക്കമിട്ടവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. MP-മാർ മത്സരിക്കേണ്ട എന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരുന്നില്ല, അത് ചില നേതാക്കളുടെ പിടിവാശിയായിരുന്നു. അവർ തന്നെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അവരതിന് മറുപടി പറയേണ്ടി വരുമെന്ന് കൂടിയാണ് M.K. രാഘവൻ പറഞ്ഞു വെച്ചത്. ഇവിടെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമല്ല. ആരാണോ അന്ന് ഇതിനു വേണ്ടി എന്നോട് സംസാരിച്ചത്, മത്സരിക്കണമെന്ന് പറഞ്ഞത്, അത്തരം ആളുകൾ തന്നെയാണ് ഡൽഹിയിൽ വന്ന് MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചത്. ആ വാശിയാണ് അന്ന് ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് ആ വാശി ഒരിക്കലും ഒരു പ്രശ്നമാകരുത് കരുതിക്കൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് MP-മാർ മത്സരിക്കേണ്ട തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം കൊണ്ടല്ല മത്സരിക്കുള്ളത്. കേരളത്തിലുള്ള കോൺഗ്രസിന്റെ ചില ലീഡേഴ്സ് അവർ അന്ന്
വാശി പിടിച്ചുകൊണ്ടാണ്. അവരുടെ ദുർവാശിയാണ് സത്യം പറഞ്ഞത്. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അനവസരത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നതെന്നായിരുന്നു രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആവശ്യമില്ലാത്ത ചർച്ചയാണ്. ജയിച്ചു കഴിയുമ്പോഴാണല്ലോ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചർച്ചയില്ല. എന്റെ ഡൽഹി സന്ദർശനം കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതല്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന വലിയൊരു വിഭാഗം നേതാക്കൾ കരുതുന്ന KC വേണുഗോപാൽ തന്നെ അത്തരത്തിൽ നടക്കുന്ന ചർച്ചകളെ പൂർണ്ണമായി വിലക്കിക്കൊണ്ട്, അതായത് ഇപ്പോഴല്ല ഈ ചർച്ചകൾ നടക്കേണ്ടത്, സൈബർ ഇടങ്ങളിൽ അങ്ങനെ വാക്പോര് നടത്തേണ്ട സമയം ഇതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർക്കടക്കം കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴല്ല ചർച്ചകൾ നടക്കേണ്ടത്, അത് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം മാത്രം അത്തരം ചർച്ചകളിലേക്ക് കടന്നാൽ മതിയെന്നാണ് നിലപാട്. എന്തായാലും ചർച്ചകൾ പരിധി വിടുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡിൻ്റെ വാളോങ്ങൽ. ഒരു തരത്തിലും അനബലഷണീയമായ ചർച്ചകൾ വെച്ചുപൊറുപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. സൈബർ ഇടങ്ങളിലല്ല മുഖ്യമന്ത്രി ചർച്ച നടക്കുകയോ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയോ ചെയ്യേണ്ടത്. അതിന് പാർട്ടിയുടേതായ കീഴ്വഴക്കമുണ്ട്. ഘടകകക്ഷികളടക്കം എല്ലാവരും ഒരുപോലെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡും. മുഖ്യമന്ത്രി UDF-ൽ നിന്നാകും എന്ന ചർച്ച കേൾക്കുമ്പോൾ സന്തോഷമെന്ന് ദീപ്തി മേരി വർഗീസ്. AICC ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട MK രാഘവന്റെ അഭിപ്രായം കേട്ടിട്ടില്ല എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. MK രാഘവൻ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയട്ടെ. ഞാൻ കേട്ടില്ല അതിനെപ്പറ്റി, എനിക്കതിനെപ്പറ്റി അറിയില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏറെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെങ്കിലും നിങ്ങളാരും ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ, അതോ മറ്റാരെങ്കിലും ആകുമോ, അതോ റിയാസ് ആകുമോ എന്നുള്ളതും കൂടി നിങ്ങൾ ചോദിക്കണം. യഥാർത്ഥത്തിൽ സന്തോഷമുണ്ട് UDF-നെ സംബന്ധിച്ച്. കാരണം മുഖ്യമന്ത്രി UDF-ൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു സംശയമില്ല, ഒരു നവമാധ്യമങ്ങൾക്കും സംശയമില്ല. അല്ല, AICC-ക്ക് ഉള്ള ഒരു രീതിയുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ തന്നെ പ്രഗത്ഭരായവരിൽ നിന്ന് ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസിന്, UDF-ന്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ ഒരാളെ AICC പ്രഖ്യാപിക്കും. അതിനകത്തൊരു ചർച്ച വരേണ്ട ആവശ്യമില്ല, ആരും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കോൺഗ്രസിനകത്തു നിന്നല്ല ചർച്ച വന്നത് എവിടുന്നാ? ചർച്ച വന്നത് മാധ്യമങ്ങൾക്കുള്ളിൽ നിന്ന്. നിങ്ങൾ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഞാൻ എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുക. കാരണം നിങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ UDF-ൽ നിന്നാണ് മുഖ്യമന്ത്രി എന്ന് പറയുകയും അതാരായിരിക്കുമെന്ന് നിങ്ങൾ വലിയ ആവേശത്തോടെ, വലിയ ആൻസൈറ്റിയോടെ നിങ്ങൾ ചിന്തിക്കുന്നു. അതാണ് വലിയ ആൻസൈറ്റിയോടെയാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് UDF-കാർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി ആര് മുഖ്യമന്ത്രി ആയാലും UDF-ൽ നിന്ന്, UDF-നെ സംബന്ധിച്ച് സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്റ്റാഫ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്. VD സതീശന്റെ ഓഫീസിലോ അദ്ദേഹം പോകുന്നിടത്തോ വന്നാൽ തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. യൂത്ത് കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറി ആരോൺ B. സാംപ്രിക്കലാണ് പരാതി നൽകിയത്. DGP-ക്കും ആലുവ റൂറൽ SP-ക്കുമാണ് പരാതി. വ്യാജ FB അക്കൌണ്ട് വഴിയാണ് ഭീഷണിയെന്ന് പരാതിയിൽ പറയുന്നു. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള K. സുധാകരന്റെ FB പോസ്റ്റ് ആരോൺ ഷെയർ ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. രാജിക്കത്ത് KPCC-ക്ക് കൈമാറിയെന്ന് നിജേഷ് അരവിന്ദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിജേഷ് അരവിന്ദ് രാജിക്കത്ത് കൈമാറിയത്. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ നിജേഷ് അരവിന്ദിനുണ്ടായിരുന്നു, അത് ഉണ്ടായില്ല. പിന്നീട് ഒരു പരസ്യ പ്രതികരണം നടത്തി. അതിന് പിന്നാലെയാണ് തന്നെ ഒഴിവാക്കി പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എന്ന് കാട്ടി ഇപ്പോൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതീക്ഷ കോൺഗ്രസ് ഇത്തവണ കോഴിക്കോട് വെച്ചു പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. എന്താണ് സാഹചര്യം? രേണുക, കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലം മുതൽ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഔദ്യോഗിക പക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ്
സീറ്റുകൾ നൽകിയിരുന്നത് എന്ന വിവാദമാണ് ഉയർന്നിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി നേരത്തെ നിജേഷ് അരവിന്ദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പാർട്ടി ഇക്കാര്യത്തിൽ വിശദീകരണം തേടും എന്നൊക്കെ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അക്കാര്യത്തിൽ കാര്യമായ നടപടി ഉണ്ടായില്ല. ഇതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി നീങ്ങിയത്. ഓരോ മണ്ഡലത്തിലും സാധ്യത ഉള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ എലത്തൂർ മണ്ഡലത്തിലാണ് നിജേഷ് അരവിന്ദിന്റെ പേര് പരിഗണിച്ചിരുന്നത്. എന്നാൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു തരത്തിലുമുള്ള പരിഗണന ഉണ്ടായില്ല. ഒറ്റ പേരിലേക്ക് തന്നെ ഈ വിദ്യാ ബാലകൃഷ്ണൻ എന്ന ഇത്തവണ മത്സരിച്ച സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഒപ്പം മറ്റ് സീറ്റുകളിലും ഈ ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ KC വേണുഗോപാലും ഷാഫി പറമ്പിലും ഒക്കെ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിച്ചത്. മറ്റ് രണ്ടാം നിരയിലുള്ള അല്ലെങ്കിൽ പ്രമുഖരായി നിന്ന മറ്റൊരു തരത്തിലുള്ള നേതാക്കളെയും പരിഗണിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ അക്കാര്യത്തിൽ പിന്നീട് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായെങ്കിൽ പോലും ബാലുശ്ശേരിയിൽ നിജേഷിന് പ്രചാരണ ചുമതല നൽകുന്ന ഒരു പ്രചരണത്തിന്റെ ഒരു ചുമതല വഹിക്കും എന്നൊക്കെ അറിയുകയും ചെയ്തു. എന്നാൽ കാര്യമായ ഒരു ഉത്തരവാദിത്തങ്ങളും പാർട്ടി നിജേഷിനെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് രാജിവെച്ചിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പീഡനക്കേസിൽ പാലക്കാട് നഗരസഭ കൌൺസിലർ പ്രക്ഷോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. മണ്ണാർക്കാട് SC/ST കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. ബലാത്സംഗം, SC/ST പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. അതേസമയം അതിജീവിത ഇന്നലെ കോടതിയിൽ മൊഴി നൽകി. പീഡനം സംബന്ധിച്ച് യുവതി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസെടുത്ത് പോലീസ്. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും തിരിച്ചടവിന് പ്രേരിപ്പിച്ചു എന്നാണ് FIR. ഇതിനിടെ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. ആരോപണ വിധേയരായ അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടർ രാമും ഡോക്ടർ സംഗീതയുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പ് കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ ചക്കരക്കല്ല് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിതിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. ചക്കരക്കല്ല് പോലീസ് സ്വമേധയാണ് ഈ കേസെടുത്തിട്ടുള്ളത്. അതായത് നിതിൻ മരിക്കുന്നത് 10-ാം തീയതിയാണ്. 9-ാം തീയതി നിതിൻ്റെ ഫോണിൽ മാത്രം 98 കോളുകളും അതുപോലെ തന്നെ സന്ദേശങ്ങളുമാണ് ഈ കമ്പനി അധികൃതരിൽ നിന്നും വന്നത്. അങ്ങനെ വലിയ ഭീഷണി ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് 15,000 രൂപയാണ് നിതിൻ ഇതിൽ നിന്നും വായ്പയായി എടുത്തത്. 36% പലിശയായിരുന്നു ഈടാക്കിയിരുന്നത്. ഫെബ്രുവരി ആദ്യവാരമാണ് ഈ ഒരു പണം നിതിൻ ഈ ആപ്പിൽ നിന്നും എടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നിതിൻ്റെ അധ്യാപിക ലതാ ശശിധരനും നേരത്തെ ഇത് സംബന്ധിച്ച് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പരാതി സൈബർ പോലീസിൽ നൽകിയിരുന്നു. അതിൻ്റെ ഒരു സംഭവത്തിലും പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ലോൺ ആപ്പ് കമ്പനിക്ക് അധികൃതർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇതിൽ കൃത്യമായ കാര്യങ്ങൾ എന്താണ് നിതിൻ ഇത്തരത്തിൽ ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്നത് സംബന്ധിച്ച് പോലീസിന് ഇതിനോടകം തന്നെ വ്യക്തത വന്നിട്ടുണ്ട്. ഏതായാലും ഈ അധ്യാപകൻ റാമിൽ നിന്നും വലിയ തോതിലുള്ള മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം മൊബൈൽ ആപ്പ് കമ്പനി അധികൃതരിൽ നിന്നുള്ള നിരന്തര ഭീഷണി, ഇതെല്ലാം കൂടി ആണ് ഈ നിതിൻ ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണമെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം ഏറ്റവും അവസാനമായി ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് നടന്ന ആ ചർച്ച, അതിൻ്റെ CCTV ദൃശ്യങ്ങളും നിർണായക ദൃശ്യങ്ങളും പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം മൊത്തത്തിൽ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നാളെ ഒരു പക്ഷേ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിൻ്റെ വിശദമായ വാർത്താ സമ്മേളനം ഉണ്ടാവും. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുക. എന്തായാലും ഇപ്പോൾ കോളേജിൽ പ്രതിഷേധത്തിന് നേരിയ അയവുണ്ട്. ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. അത് ഇന്നലെ കോളേജ് തലത്തിൽ ചേർന്ന യോഗത്തിൽ അത്തരമൊരു തീരുമാനമെടുക്കുകയും ഈ അധ്യാപകനെ ഇവിടെ നിന്നും പുറത്താക്കുന്ന നടപടിയും ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് ആരോഗ്യ സർവകലാശാല സമിതി അംഗങ്ങളുടെ തെളിവെടുപ്പ് കോളേജിൽ പൂർത്തിയായി. അതായത് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ തന്നെ ജീവനക്കാരിൽ നിന്നുമാണ് ഈ തെളിവെടുപ്പ് നടത്തിയത്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കും. ഗവർണറായിരിക്കും ഇത് സംബന്ധിച്ച് എന്ത് നടപടി ഈ കോളേജിനെതിരെ എടുക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. പലതരത്തിലുള്ള പരാതികൾ ഈ കോളേജിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം പരാതികളെല്ലാം ഗവർണർക്ക് ഈ ആരോഗ്യ സർവകലാശാല സമിതി അംഗങ്ങളുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും. ആ റിപ്പോർട്ട് ഗവർണർക്ക് ഉടൻ തന്നെ കൈമാറും. എന്തായാലും
എന്തായാലും ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഈ ഒരു പ്രതിഷേധം അതെല്ലാം താൽക്കാലികമായെങ്കിലും ശമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ റാം എന്ന് പറയുന്ന അധ്യാപകരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമോ? ഇയാൾക്കെതിരെ നേരത്തെ തന്നെ ലുക്കൌട്ട് സർക്കുലർ വരെ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അത്തരം നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ടായത്. അതോടൊപ്പം മറ്റൊരു അധ്യാപിക സംഗീത, ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അത് സംബന്ധിച്ച പോലീസ് നീക്കങ്ങൾ എന്ത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകുമോ എന്നതും കാത്തിരുന്ന് കാണാം. പോലീസിനെതിരെ വലിയ തോതിലുള്ള വിമർശനം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടി സംഘടനകളും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നടന്ന പ്രതിഷേധമെല്ലാം പോലീസിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്ന തരത്തിലൊക്കെ വലിയ ആരോപണം ഉണ്ട്. ഏതായാലും പോലീസ് ഇതൊന്നും വകവെക്കാതെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഈ സംഭവത്തിൽ ഒരു കൃത്യമായ കാരണം കണ്ടെത്താൻ ഉള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. പോലീസിന് അത്തരത്തിലുള്ള തെളിവുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത്തരം വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത് ഇത്തരത്തിലൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാരണം മാത്രമല്ല നിതിൻ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നതാണ്. മറ്റ് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്നത്. റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ക്ലിനിക്കിലേക്ക്, അതോടൊപ്പം ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്കൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. താൽക്കാലികമായെങ്കിലും ഈ റാമിനെ പുറത്താക്കുന്നതിലൂടെ അല്പം ഈ പ്രതിഷേധം തണുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിൽ ഈ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലായിരുന്നു. കോട്ട് ഊരിവെച്ചുള്ള പ്രതിഷേധം, സമരം, അത്തരത്തിൽ വലിയ പ്രതിഷേധവും പുതിയ ആരോപണങ്ങൾ റാമിനെതിരെ ഉയർന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്തായാലും ഇനി പോലീസ് എന്ത് പറയുന്നു ഈ കാര്യത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സുമേഷ് മുറാളിക്കൊപ്പം KB ബൈജു, ന്യൂസ് 18 കണ്ണൂർ. നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സ്പീക്കർ AN ഷംസീർ. നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ വേണം, എന്നാൽ മാത്രമേ ഇത്തരം സംഭവങ്ങളെ ചോദ്യം ചെയ്യാൻ സാധിക്കൂ എന്നും AN ഷംസീർ പറഞ്ഞു. അങ്ങേയറ്റം റേസിസ്റ്റ് പരാമർശം, അതോടൊപ്പം തന്നെ ജാത്യാധിക്ഷേപം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ഈ കേരളത്തിലെ അപൂർവം ക്യാമ്പസുകൾ മാത്രമാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു പോംവഴി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യം തന്നെയാണ്. SFI ആവട്ടെ, മറ്റിതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാവട്ടെ, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടന ഉണ്ടായാൽ മാത്രമേ അധ്യാപകന്മാരുടെ ഇത്തരം വിക്ടിമൈസേഷന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് നേരത്തെ TD മെഡിക്കൽ കോളേജിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് SFI ഉൾപ്പെടെ സംഘടന സജീവമായപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് നാട്ടിയകറ്റാൻ വേണ്ടി ആരൊക്കെയാണോ പരിശ്രമിച്ചത് അവരൊക്കെയാണ് ഇത്തരം ക്യാമ്പസുകളിൽ ഇത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദികൾ. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ നടൻ ബോബി കുര്യനെ ചോദ്യം ചെയ്തു. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ ഇയാൾ സഹായിച്ചുവെന്നാണ് പോലീസ് നിഗമനം. രഞ്ജിത്തിനൊപ്പം കാറിലുണ്ടായിരുന്ന സഹസംവിധായിക ശാലിനിയെയും ചോദ്യം ചെയ്തിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാറിൽ ഒപ്പമുണ്ടായിരുന്നതായിരുന്നു ജോബി കുര്യനും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയും. അതുകൊണ്ട് തന്നെ ഇരുവരെയും തൊടുപുഴ പോലീസ് അന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് മെനിഞ്ഞാന്നാണ് ജോബി കുര്യനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. ജോബിയുടെ മൊഴിയിൽ പോലീസിന് വിശ്വാസ്യതയില്ല. കാരണം ജോബി പറയുന്നതനുസരിച്ച് ഇടുക്കിയിൽ തന്റെ ഒരു ബന്ധുവുണ്ട്, ആ ബന്ധുവിനെ കാണുന്നതിന് വേണ്ടി പോയതാണ്. ആ സമയത്തായിരുന്നു രഞ്ജിത്തും ശാലിനിയും ഒപ്പം ഉണ്ടായിരുന്നത് എന്നൊരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ സംശയം അനുസരിച്ച് രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ജോബിയും ശാലിനിയും ചേർന്നാണോ എന്ന രീതിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. രഞ്ജിത്തിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷപ്പെടാൻ സഹായിച്ചവരെ അടക്കം വിശദമായി ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ശാലിനിയെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ജോബിയും ശാലിനിയും ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഈ പെൺകുട്ടിക്ക്, യുവനടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും ഇക്കാര്യം നേരത്തെ അറിയാമായിരുന്നു. അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചിട്ടില്ല, ഒത്തുതീർപ്പിന് ശ്രമിച്ചോ എന്നീ കാര്യങ്ങളും ഇരുവരിൽ നിന്നും ചോദിച്ചറിയുകയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.
കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുന്നു. കേസന്വേഷണവുമായി കേരളത്തിലെത്തിയ അന്വേഷണ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴിയെടുക്കും. പെൺകുട്ടിയുടെയും ഫർമാൻ ഖാന്റെയും മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയത്. പക്ഷേ ഇരുവരും എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തിയത് തന്നെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. തനിക്ക് അവരോടൊപ്പം പോകാൻ കഴിയില്ല, അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് ഇതിൽ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം മധ്യപ്രദേശ് പോലീസിന്റെ കയ്യിലിരിക്കുന്ന രേഖകൾ അനുസരിച്ച് പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല. കുടുംബത്തിന്റെ പരാതി അനുസരിച്ച് ഇപ്പോൾ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പെൺകുട്ടിയെ തിരികെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കേണ്ടത് കേരള പോലീസിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും തന്നെ ഇതുവരെയും കേരള പോലീസ് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ മധ്യപ്രദേശ് പോലീസ് പറയുന്നത് തങ്ങൾ വന്നത് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാനല്ല, പകരം ഇരുവരുടെയും മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. എന്നാലും പെൺകുട്ടി എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്, പ്രത്യേകിച്ച് കളമശ്ശേരി, ആലുവ ഭാഗങ്ങളിലായിട്ടാണുള്ളത് എന്നൊരു സൂചന കൂടി പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് പെൺകുട്ടിയെയും ഭർത്താവിനെയും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തൃക്കാക്കര സ്റ്റേഷനിലെത്തിയ മധ്യപ്രദേശ് പോലീസ് ഈ പെൺകുട്ടിയുടെ ഫർഹാന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരുന്നു. പക്ഷെ അറസ്റ്റ് ഭയന്ന് സുഹൃത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫർഹാന്റെ ജാമ്യം നൽകിയിട്ടുണ്ട്. ഫർഹാന്റെ അറസ്റ്റ് 20-ാം തീയതി വരെ കോടതി തടഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഫർഹാനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പകരം ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനുള്ള ഒരു ഉദ്ദേശമാണോ മധ്യപ്രദേശ് പോലീസിനുള്ളത് എന്നാണ് സംശയിക്കുന്നത്. വെടിനിർത്തൽ നീട്ടുന്നതിന് അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിരസിച്ച് ഇറാൻ. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുമെന്ന് സമ്മതിച്ചിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. ട്രംപ് തുടർച്ചയായി കള്ളങ്ങൾ പറയുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. തങ്ങൾ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചെന്നും വെടിനിർത്തൽ നീട്ടുമെന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. താൻ മുന്നോട്ട് വെച്ച 3 നിർദ്ദേശങ്ങൾ ഇറാൻ അനുസരിച്ചു എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇത് പൂർണ്ണമായും ഇറാൻ നിരാകരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒന്ന്, സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും അമേരിക്കയ്ക്ക് കൈമാറും ഇറാൻ എന്നുള്ളതായിരുന്നു. അത് ഇറാൻ തത്വത്തിൽ സമ്മതിച്ചു എന്ന് ട്രംപ് പറഞ്ഞു. മറ്റൊന്ന്, ഹോർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായും സ്വതന്ത്രമാക്കും എന്ന തരത്തിലുള്ള വാഗ്ദാനം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് വ്യക്തമാക്കി ട്രംപ്. പക്ഷേ അതും പൂർണ്ണമായും ഇറാൻ തള്ളുന്ന രീതിയാണ് കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗജന്യമായി അമേരിക്കയ്ക്ക് ഇറാൻ ഓയിൽ നൽകും എന്നുള്ളതായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടും യാതൊരു ഉറപ്പും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇത്തരം യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല. ഒപ്പം ഈ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു വാദഗതിയും അംഗീകരിക്കാനാവുന്നതല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ട്രംപ് തുടർച്ചയായി കള്ളം പറയുന്നു എന്നും ഇറാന്റെ വക്താക്കൾ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം കൂടി വന്നതോടുകൂടി പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ് എന്നുള്ള സംശയം വീണ്ടും ദൃഢപ്പെടുകയാണ്. നമുക്കറിയാം, 22-ാം തീയതിയാണ് വെടിനിർത്തൽ കരാറിന്റെ കാലാവധി അവസാനിക്കുന്നത്. അതിനു മുൻപ് മറ്റൊരു ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ആണവ വിഷയങ്ങളടക്കം അമേരിക്കയുടെ ആവശ്യം ഇറാനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ പ്രതിനിധികൾ ഇപ്പോൾ ഇറാനിൽ വെച്ച് നടത്തുന്നുണ്ട്. അസിം മുനീർ അടക്കം, പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസിം മുനീർ അടക്കമുള്ള 3-അംഗ സംഘം ഇപ്പോൾ ഇറാനിൽ തുടരുകയാണ്. ഇറാന്റെ വക്താക്കളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ ധാരണയിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് വിവരം. തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെങ്കിൽ ഇസ്ലാമാബാദിലേക്ക് താൻ തന്നെ എത്താമെന്നും ഒപ്പം ഇറാനുമായുള്ള എഗ്രിമെന്റിൽ ഒപ്പിടാമെന്നുമായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. പക്ഷേ ഇത് ഇറാൻ ഒരു തരത്തിലും അനുസരിക്കില്ല. കാരണം സമ്പുഷ്ടീകരിച്ച് യുറേനിയം കൈമാറുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. ഒപ്പം ആണവ പരിപാടികളിൽ നിന്ന് പുറകോട്ട് പോകുന്ന കാര്യത്തിലും ഒരു ഉറപ്പില്ല. പക്ഷേ ആശാവഹമായ ചില പുരോഗതികൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ ആത്മവിശ്വാസം. ആ തരത്തിൽ ചില കാര്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്നേക്കാം എന്നും പാകിസ്ഥാൻ പറയുന്നു. പക്ഷേ ഇനി കുറച്ച് 4-5 ദിവസങ്ങൾ മാത്രമാണ് ഈ വെടിനിർത്തൽ കാലാവധിയുമായി ബന്ധപ്പെട്ടുള്ളത്. നേരത്തെ രാവിലെ ട്രംപ് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണത്തിന് മടിക്കില്ല എന്നാണ്. അതിലേക്ക് ഇനി ട്രംപ് പോകുമോ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം എന്നാണ് കരുതേണ്ടത്. മറ്റൊന്ന്, ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ലെബനനിൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നു. ഇസ്രായേലും ലെബനനുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ചുവെന്നും സമാധാന കരാറിലേക്ക് എത്തിയെന്നും താൻ തുടർച്ചയായി അവസാനിപ്പിക്കുന്ന 10ാമത്തെ യുദ്ധമാണ് അതെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതും ഏതാണ്ട് അർത്ഥവത്തല്ലാത്ത
പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിനുശേഷം ഈ ഇത്തരം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം സമാധാന കരാർ നിലവിൽ വന്നു എന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ ലബനനിലേക്ക് സംഭവിക്കുന്നു. 5ഓളം സാധാരണക്കാർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. കൃത്യമായി ഇതിന് തിരിച്ചടി നൽകും എന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഒരുങ്ങുന്നു. അത്തരത്തിൽ ഇറാനെ പ്രകോപിപ്പിക്കുന്ന എല്ലാ നടപടികളും അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഹോർമുസിൽ നിയന്ത്രണം അമേരിക്ക കടുപ്പിച്ചിരിക്കുകയാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വലിയ തോതിൽ മറൈനുകളെയും മറ്റും അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവർ കപ്പലുകളെ തിരിച്ചുവിടുകയാണ്. ഇന്ന് അല്പസമയം മുമ്പത്തെ കണക്കുകൂടി നോക്കിയാൽ ഏതാണ്ട് 16ഓളം കപ്പലുകൾ ഹോർമുസിൽ നിന്ന് വഴി ഇറാനിലേക്ക് കടക്കാൻ വന്ന, ഇറാനിൽ നിന്ന് പുറത്തേക്ക് വന്ന 16ഓളം കപ്പലുകളെ ഇതിനകം മുന്നറിയിപ്പുകൾ നൽകി അമേരിക്ക തിരിച്ചയച്ചു എന്നുള്ള വിവരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ ഇറാന് പ്രകോപനപരമായ എല്ലാ പെരുമാറ്റങ്ങളും അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ട്. സ്വാഭാവികമായും ഇറാന് അത് വലിയ തോതിലുള്ള പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് കരുതണം. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത്തരം ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന രീതി തന്നെയാണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നത്. റഷ്യയുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കാനുള്ള റഷ്യയുടെ ഇടപെടലും അമേരിക്ക പിന്തള്ളിയ സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. സമ്പുഷ്ടീകരിച്ച യുറേനിയം വേണമെങ്കിൽ തങ്ങൾ സൂക്ഷിക്കാം എന്നുള്ള വാഗ്ദാനം വ്ളാദിമിർ പുടിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അതിനോടും അമേരിക്ക മുഖം തിരിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. ഇറാന്റെ പ്രതികരണം അമേരിക്കയ്ക്കെതിരെ അതിശക്തമായി തുടരുന്നതാനും. രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ചരക്ക് നീക്കം പ്രതിസന്ധിയിലായ വമ്പൻ ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്തേക്ക്. 10ലേറെ കമ്പനികളാണ് മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ നീക്കത്തിന് വിഴിഞ്ഞത്തെ അദാനി തുറമുഖത്ത് അനുവാദം തേടിയത്. 300ഓളം രാജ്യാന്തര കപ്പലുകളാണ് യുദ്ധം തുടങ്ങിയ ശേഷം വിഴിഞ്ഞത്ത് വന്നുപോയത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കെടുതിയിലാണ് ലോകം മുഴുവൻ. പക്ഷേ ആ യുദ്ധം കൊണ്ട് പാചകവാതകമില്ലാതെ നമ്മുടെ നാട്ടിലെ നാടൻ തട്ടുകടകൾ വരെ വലിയ ദുരിതത്തിലായിരിക്കുമ്പോഴും യുദ്ധം കൊണ്ട് കോളടിച്ച ഒരു മേഖലയുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. മറ്റെങ്ങുമല്ല, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ഈ തുറമുഖത്തേക്ക് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകൾക്ക് യാത്രാപഥം കൃത്യമായി സുഗമമല്ലാത്തതിനാൽ ചരക്ക് നീക്കത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് രാജ്യാന്തര കപ്പൽചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞത്തേക്ക് ഏത് വിധേനയും എത്തി ഇവിടെ ചരക്കിറക്കുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചുകൊണ്ട് 10ഓളം രാജ്യാന്തര കമ്പനികൾ ഇതിനോടകം വിഴിഞ്ഞം അദാനി പോർട്ട് കോർപ്പറേഷനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സ്വാഭാവികമായ തിരക്കുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം മാത്രമേ ഏതാണ്ട് 295 മുകളിൽ കപ്പലുകൾ ചരക്ക് നീക്കത്തിന് ഇവിടെ എത്തിയെന്നാണ് കമ്പനിയുടെ അവകാശവാദം. അതിൽ തന്നെ ഏതാണ്ട് 18 ലക്ഷത്തിന് മുകളിൽ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിക്കഴിഞ്ഞു. അതിനിടയിലാണ് ഈ 10 കമ്പനികളുടേതായി 100ഓളം കപ്പലുകൾ കൂടി ഇവിടേക്ക് ചരക്കിറക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബർത്ത് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം അത്രയും വലിയ തിരക്കുള്ള ചരക്ക് നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തെ മറ്റ് മുംബൈ തുറമുഖത്തോ അല്ലെങ്കിൽ മറ്റ് ഒരു തുറമുഖത്തും ഇല്ലാത്ത സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. അതുകൊണ്ട് തന്നെ ഈ വൻ കപ്പലുകൾക്ക്, മദർഷിപ്പുകൾക്ക് സുഗമമായി തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനും ചരക്ക് ഇറക്കാനുമൊക്കെ കഴിയും. അവിടെ നിന്ന് മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് ചെറിയ കപ്പലുകൾ ഇവിടുന്ന് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചതിന്റെ പ്രതിസന്ധി പരിഹരിക്കാനായി MSCക്ക് പുറമെ, MSC നേരത്തെ തന്നെ ഈ അദാനി പോർട്ടുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. ഹ്യുണ്ടായി ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളുടെ മദർഷിപ്പുകൾ ഇവിടേക്ക് എത്തിക്കുന്നതിനാണ് അവർ അനുവാദം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പലുകൾക്ക്, ഇങ്ങനെ അനുവാദം ചോദിച്ചിരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും ഇവിടെ ചരക്കിറക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഇവിടുത്തെ ബർത്തിന്റെ പരിധി, ആ ശേഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും കപ്പലുകൾ നേരത്തെ തന്നെ ഇവിടെ സ്ലോട്ട് കാത്തു കിടക്കുകയാണ്. അതിനിടയിൽ പുതിയ കപ്പലുകൾക്ക് ഇവിടെ ചരക്കിറക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഈ തിരക്ക് ഇങ്ങനെ അഭൂതപൂർവമായി വർദ്ധിച്ചു വരുന്നത് അത് രാജ്യാന്തര തലത്തിൽ തന്നെ നേരത്തെ അതിന്റെ പ്രകൃതിദത്തമായ ആഴം കൊണ്ടൊക്കെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളോടൊക്കെ കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം മാറും ഭാവിയിൽ എന്ന് ഉറപ്പാക്കാവുന്ന തരത്തിലുള്ള ചരക്ക് നീക്കമാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
വലിയ പ്രതീക്ഷയോടെയാണ് ഈ തുറമുഖ വകുപ്പ് അധികൃതരും അതോടൊപ്പം വിഴിഞ്ഞം പോർട്ടും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വലിയ തിരക്കിനെ അല്ലെങ്കിൽ വലിയ ഡിമാൻഡിനെ നോക്കിക്കണ്ട്. കാരണം ലോകത്ത് വീണ്ടും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊക്കെ വിഴിഞ്ഞം ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അതിന്റെ സ്വാഭാവികമായ പ്രകൃതിദത്തമായ ആഴം എത്ര വലിയ കപ്പലുകൾക്കും ഈ തീരത്ത് സുഗമമായി അടുത്ത് ചരക്കിറക്കി മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതിനോടൊപ്പം ഓരോ ദിവസവും ഏതാണ്ട് 200ഓളം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം തുറമുഖം അതിന്റെ സ്വാഭാവികമായ സവിശേഷതകൾ കൊണ്ട് തന്നെ ലോകത്തിന്റെ ശ്രദ്ധ നേരത്തെ പിടിച്ചുപറ്റിയതാണ്. അപ്പോഴാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചത് മൂലമുണ്ടായ വലിയ തിരക്ക്, വലിയ ആവശ്യകത അത് ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞത്തിന് വീണ്ടും ഡിമാൻഡ് കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിലും വലിയ ഒരു വികസന പാന്താവിലേക്കുള്ള വഴിത്തിരിവായി നിലവിലെ സാഹചര്യങ്ങൾ മാറുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വനിതാ സംവരണ ബില്ലിൽ പാർലമെന്റിൽ ഇന്ന് നിർണായക വോട്ടെടുപ്പ്. ബില്ലിനെ എതിർക്കുന്നവർക്ക് സ്ത്രീകൾ മാപ്പ് നൽകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും 33% സംവരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. KP അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇത് പാസ്സാകാതിരിക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്താണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, സാങ്കേതികമായി വനിതാ സംവരണ ബില്ലിന്മേൽ അല്ല ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. മറിച്ച് ഈ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മണ്ഡല പുനർനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ഭേദഗതി ബിൽ ആണ് ഇപ്പോൾ പാർലമെന്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭേദഗതിയിന്മേൽ ആണ് വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വോട്ടെടുപ്പിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ബില്ലുകൾ പരാജയപ്പെടും എന്നുമാണ് മനസ്സിലാക്കുന്നത്. 3 ഭേദഗതികൾ ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 എന്ന നിലയിലേക്ക് ഉയർത്തുക, ഓരോ സംസ്ഥാനത്തെയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. എന്നാൽ ഈ നിർദ്ദേശത്തെ അതിശക്തമായി തന്നെയാണ് പ്രതിപക്ഷം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബില്ലിന് അവതരണാനുമതി തേടിയ ഘട്ടം മുതൽ പ്രതിപക്ഷം അതിശക്തമായും ഒറ്റക്കെട്ടായും ഈ വിഷയത്തെ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബില്ലിന് അവതരണാനുമതി തേടുമ്പോൾ തന്നെ വോട്ടെടുപ്പ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ആ വോട്ടെടുപ്പിൽ തന്നെ 185 അംഗങ്ങൾ ആണ് ഈ ബില്ല് അവതരണത്തെ എതിർത്തത്. പക്ഷേ ബില്ല് അവതരിപ്പിക്കാൻ സഭയിലുള്ള അംഗബലത്തിന്റെ പകുതി പിന്തുണ മതി എന്നതുകൊണ്ട് തന്നെ ബില്ല് അവതരിപ്പിക്കാൻ സാധിച്ചു. ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം നടക്കുന്ന ചർച്ചകളിൽ ഉടനീളം പ്രതിപക്ഷം അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. അല്പസമയം മുമ്പ് DMK-യുടെ MP ആയിട്ടുള്ള കനിമൊഴിയാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചത്. DMK അംഗങ്ങൾ എല്ലാവരും തന്നെ കറുത്ത വസ്ത്രം ധരിച്ചാണ് ഇന്നും പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളത്. DMK MP ആയിട്ടുള്ള കനിമൊഴി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട നിയമത്തെ സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങിയത്. 2023 ഇത് സംബന്ധിച്ച ബില്ലുകൾ പാസ്സാക്കപ്പെട്ടത് എങ്കിലും ഈ വിജ്ഞാപനം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പുറത്തിറങ്ങിയത്. അതായത് അങ്ങനെ ഒരു വിജ്ഞാപനം നിലവിൽ വരുന്നതിന് മുമ്പ്, ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ എങ്ങനെയാണ് പാർലമെന്റിനെ ചർച്ച ചെയ്യാൻ സാധിക്കുക എന്ന ചോദ്യം ആണ് പ്രധാനമായും സാങ്കേതികതയിൽ ഊന്നിക്കൊണ്ട് കനിമൊഴി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ 1976 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും അതിനുശേഷം AB വാജ്പേയിയുമെല്ലാം ഈ മണ്ഡല പുനർനിർണയം എന്നത് മാറ്റിവെക്കാൻ കാരണം എന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് അത് കൃത്യമായി പാലിച്ചത്. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തെ പാലിക്കുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അത് പാലിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആണ് ഈ ജനസംഖ്യ ആനുപാതികമായും ഈ സീറ്റുകളുടെ വർധനവും മണ്ഡല പുനർനിർണയവും മാറ്റിവെച്ചത് എന്ന കാര്യം കൂടി കനിമൊഴി സൂചിപ്പിക്കുകയുണ്ടായി. പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള എല്ലാ MP-മാരും തന്നെ ഇപ്പോഴത്തെ നീക്കത്തെ അതിരൂക്ഷമായി തന്നെ എതിർക്കുകയാണ്. നിലവിലെ പശ്ചാത്തലത്തിൽ ഈ ബില്ല് പാസ്സാക്കപ്പെടണമെങ്കിൽ 360 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. ഈ ബില്ല് അവതരണത്തിന് അനുമതി തേടുമ്പോൾ തന്നെ 185 അംഗങ്ങൾ എതിർത്ത പശ്ചാത്തലത്തിൽ തീർച്ചയായും ബില്ല് പരാജയപ്പെടും എന്ന് തന്നെയാണ് സൂചന. ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് മണ്ഡല പുനർനിർണയത്തോട്
എതിർപ്പുകൾ ഇല്ല. മണ്ഡലം, അതായത് നിലവിലുള്ള 543 സീറ്റുകൾ, അതിൽ 540 സീറ്റുകളുടെയും മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതിന് എതിർപ്പില്ല. മറിച്ച് 850 സീറ്റുകൾ, അത് സാങ്കേതികമായി 816 എന്നതിലേക്ക് ആയിരിക്കും സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ എത്തുക. അങ്ങനെയുള്ള ഒരു മണ്ഡല ഏകീകരണത്തോട്, പുനർനിർണയത്തോട് യോജിക്കാനാവില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് വോട്ടിനിട്ട് പരാജയപ്പെടും. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 540 ലോക്സഭാ സീറ്റുകളിലുള്ള മണ്ഡല പുനർനിർണയം എന്നത് വോട്ടിനിട്ട് വിജയിപ്പിക്കാൻ താല്പര്യമില്ല. മറിച്ച് 816 സീറ്റുകളിലേക്ക് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അപ്പോൾ മാത്രമാണ് ഭരണഘടനാ ഭേദഗതിയായി അത് മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബില്ലിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തോടു കൂടിയുള്ള വോട്ടെടുപ്പ് പ്രതീക്ഷിക്കേണ്ടതില്ല. സർക്കാർ എന്താണോ വിഭാവനം ചെയ്യുന്നത്, അവതരിപ്പിച്ചത്, അതേ നിലയിൽ തന്നെയുള്ള വോട്ടെടുപ്പാണ് നടക്കാൻ സാധ്യത. 4 മണിയോടുകൂടിയാണ് ഈ ചർച്ചകൾ പരിസമാപ്തിയിലേക്ക് എത്തുക. അതിന് മറുപടി കൂടി ഉണ്ടാകും ചർച്ചയ്ക്ക് ഒടുവിൽ. അതിനുശേഷം ആയിരിക്കും വോട്ടെടുപ്പ് നടപടികളിലേക്ക് കടക്കുക. അങ്ങനെയുള്ള വോട്ടെടുപ്പിൽ തീർച്ചയായും ബിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിശ്വാസം. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടുന്ന പശ്ചാത്തലത്തിൽ KSEBയുടെ ഉന്നതതല യോഗം ഇന്ന് നടക്കും. വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗവും കുത്തനെ ഉയരുകയാണ്. അതേസമയം 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം മുതലുള്ള ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്കുള്ളൊരു സാധ്യത കാലാവസ്ഥാ വിഭാഗം ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരിയ മഴ മാത്രമായിരിക്കും, അത് ചെറിയ രീതിയിൽ ചൂടിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഹീറ്റ് ക്ലിനിക്കുകൾ, അതായത് പെട്ടെന്നുള്ള സൂര്യാഘാതം അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ ഉറപ്പാക്കാനായി മെഡിക്കൽ കോളേജുകളിലും മറ്റും ഹീറ്റ് ക്ലിനിക്കുകൾ സജ്ജീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അത്തരം സജ്ജീകരണങ്ങളിലേക്ക് ആശുപത്രികൾ കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ, അതായത് ഹീറ്റ് ആക്ഷൻ രീതികൾ, അതായത് ഹീറ്റ് ആക്ഷൻ കമ്മിറ്റികൾ അടക്കം രൂപീകരിക്കാനുള്ള ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് കൂടി നിൽക്കാൻ തന്നെയാണ് സാധ്യത. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു രേഖപ്പെടുത്തിയ ചൂടിനേക്കാൾ കൂടുതലായിരിക്കും പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചൂട് എന്നതാണ് ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. തീരദേശ ജില്ലകളിലടക്കം, തീരദേശ പ്രദേശങ്ങൾ നിലനിൽക്കുന്ന ജില്ലകളിലടക്കം ഹ്യൂമിഡിറ്റി കൂടുതൽ നിൽക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് കൂടുതൽ അന്തരീക്ഷ താപനില അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്തിനായാലും രാവിലെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെയും ഒപ്പം തന്നെ കാലാവസ്ഥാ വിഭാഗത്തിന്റെ അടക്കമുള്ള ഭാഗത്തു നിന്ന് വരുന്ന നിർദ്ദേശം. അത്തരം കാര്യങ്ങളിൽ നിന്നും, അത്തരം ജോലികളിൽ നിന്നും മാറി നിൽക്കണം. ഒപ്പം ദാഹമില്ലെങ്കിൽ പോലും കൃത്യമായി വെള്ളം കുടിക്കണം. ഒപ്പം നിർജ്ജലീകരണം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് KSEBയുടെ ഭാഗത്തു നിന്നുള്ള, അതായത് ഉയർന്ന വൈദ്യുതി ഉപഭോഗം വിലയിരുത്താൻ വേണ്ടി ഇന്ന് വൈകുന്നേരം ഉന്നതതല ചർച്ച തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുണ്ട്. അത് 5:30യോടുകൂടി നടക്കുന്ന ചർച്ചയിൽ വരും ദിവസങ്ങളിൽ KSEB ഒരു ഉയർന്ന വൈദ്യുതി ഉപഭോഗം എങ്ങനെ നേരിടാമെന്ന കാര്യത്തിലടക്കം തീരുമാനങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്ന ഉപഭോഗമായിരുന്നു വൈദ്യുതി ഉപയോഗം കേരളത്തിൽ റെക്കോർഡ് ഉപഭോഗത്തിലേക്ക് അടക്കം എത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് ചെറിയ രീതിയിലുള്ള കുറവും രേഖപ്പെടുത്തിയിരുന്നു. എന്തുതന്നെയായാലും ചൂടും ഒരു വശത്ത് വൈദ്യുതി ഉപഭോഗവും അടക്കമുള്ള വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നുപോകുന്നത്. അതിൽ വരും ദിവസങ്ങളിൽ കുറച്ച് ആശ്വാസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അതിശക്തമായ ചൂടിൽ വെന്തുരുകിയാണ് പുനലൂർ. 40 ഡിഗ്രി സെൽഷ്യസിനോടടുത്ത് ചൂട് രേഖപ്പെടുത്തുമ്പോഴും പുനലൂരിലെ ചൂടിനുള്ള കാരണം എന്ത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. മനോജ് പുനലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കേരളത്തിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന പട്ടണമായി പുനലൂർ മാറിക്കഴിഞ്ഞു. റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ ഇത്രയധികം ചൂട് ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായാണ് 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിനോട് അടുക്കുന്നത്. ചൂട് കാരണം വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ വ്യാപാരമൊക്കെ വളരെ കുറവാണ്. ആൾക്കാർ ടൗണിൽ ഇറങ്ങുന്നില്ല. ഭയങ്കര ചൂടാണ്. 41-42 ഡിഗ്രി അങ്ങോട്ട് ചൂടാണ്. സാധനങ്ങളെല്ലാം നശിച്ചു പോവുക. ആൾക്കാർ ഇറങ്ങുന്നില്ല ചൂട് കാരണം. ദേഹം മൊത്തം പൊള്ളി ചൂട് കാരണം ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ചൂട്. സാധനങ്ങളെല്ലാം നശിച്ച് വാരിക്കളയും ഓരോ ദിവസവും. ഇപ്രാവശ്യം ചൂട് കൂടുതലാണ്. ഒരു താങ്ങാൻ വയ്യാത്ത ചൂടാ. വ്യാപാരം കുറവാ, ആള് കുറവാ. ചൂട് കഠിനമായതോടെ പുനലൂരിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായിരിക്കുകയാണ്. 11 മണി കഴിഞ്ഞാൽ പുനലൂരിന്റെ നിരത്തുകൾ മിക്കതും ശൂന്യമാണ്. കടകമ്പോളങ്ങളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ചൂട് കടുത്ത പ്രതിസന്ധിയാണ് തീർക്കുന്നത്. ഭയങ്കര ചൂടാ. നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വെളിയിലോട്ട്. ശരീരം എല്ലാം വല്ലാതെ വരുക വെയിൽ കൊണ്ട്. സഹിക്കാൻ വയ്യാത്ത ചൂടാ, അപാര ചൂട്. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വെളിയിലോട്ട് പോകാൻ പോലും പറ്റത്തില്ല, കണ്ണ് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അന്തരീക്ഷമാണ്. ചൂടെന്ന് പറഞ്ഞാൽ
ഒരു 60 ഡിഗ്രിയുടെ അടുത്തുള്ള അത്രയും ഇതാണ് നമുക്ക് തോന്നുന്നത്. കുട ചൂടാതെ പട്ടണത്തിലൂടെ നടക്കാൻ കഴിയില്ല എന്ന അവസ്ഥ. പട്ടണത്തിൽ എത്തുന്നവർ മരങ്ങളുടെ തണലിലും കടത്തണ്ണകളിലെ തണുപ്പിലും അഭയം തേടുകയാണ്. പുനലൂർ പട്ടണത്തെ കീറിമുറിച്ച് കല്ലടയാർ കടന്നു പോകുന്നുണ്ടെങ്കിലും ചൂടിനെ പ്രതിരോധിക്കാൻ നീരൊഴുക്കിനും കഴിയുന്നില്ല. കല്ലടയാറ്റിലെ ജലനിരപ്പ് നന്നേ താഴ്ന്നിരിക്കുകയാണ്. കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ചെറു തോടുകൾ മിക്കതും വറ്റി വരണ്ടു. പുനലൂരിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ തെന്മല ഡാമിന്റെ സ്ഥിതിയും വറ്റി വരണ്ട അവസ്ഥയിലാണ്. എന്തുകൊണ്ട് പുനലൂർ ഇത്രയധികം ചൂട് അനുഭവപ്പെടുന്നു? ഇത് വർഷങ്ങളായുള്ള ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. തമിഴ്നാട്ടിലെ ചുരം കടന്നെത്തുന്ന ശീതക്കാറ്റാണ് പുനലൂരിലെ കടുത്ത ചൂടിന് കാരണം എന്ന് പറയപ്പെടുമ്പോഴും ശാസ്ത്രീയമായ ഒരു പഠനം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ശീതക്കാറ്റാണ് ചൂടിന് കാരണമെങ്കിൽ ആര്യങ്കാവും തെന്മലയിലും പുനലൂരിലെ അനുഭവപ്പെടുന്ന ചൂടിന്റെ അത്രയും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചൂട് സഹിക്കുക ഭയങ്കരമായ ചൂട്, അതിഗംഭീരമായ ചൂട്. ഏതാണ്ട് ഒരു 10-25 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് ഈ ഇത്രയും വലിയ ചൂട് കാണുന്നത്. ചൂടൊക്കെ ഞാൻ ഭയങ്കര ചൂടത്തിൽ പറഞ്ഞ ആൾക്കാർ അറിയില്ല പറഞ്ഞു. കച്ചവടം മൊത്തം എല്ലാവരും മോശം വന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് എന്ന് പറയാൻ ആകെ മൊത്തം വിശ്വസിക്കത്തി പറഞ്ഞു. എന്തായാലും പുനലൂരിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂട് മനുഷ്യന് വളരെ ദുസ്സഹമായ നിലയിലാണ്. വഴിയാത്രക്കാരെയും വഴി വാണിഭക്കാരെയും മറ്റു ചെറുകിട കച്ചവടക്കാരെയും ചൂട് ശക്തമായി ബാധിച്ചിരിക്കുകയാണ്. വ്യാപാര മേഖല പൂർണ്ണമായും തകർന്നു. ചൂട് മൂലമുള്ള സാംക്രമിക രോഗങ്ങൾ പടരാനും സൂര്യാഘാതം ഏൽക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പുനലൂർ നഗരസഭയിലെ വാളക്കോടാണ് സൂര്യതാപം അളക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 39.5 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ഇനിയും ചൂട് കൂടാനാണ് സാധ്യത കൂടുതൽ. പൊടിപറത്തിയുള്ള ചൂടുകാറ്റ് കൂടുതൽ ദോഷകരമായാണ് ജനങ്ങളെ ബാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മഞ്ഞളാംകുഴി അലിയുടെ പഞ്ചായത്തിൽ വരെ തനിക്കായിരിക്കും ലീഡെന്ന് മങ്കടയിലെ CPM സ്വതന്ത്രനായ ലീഗ് വിമത സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ്. തനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ ഒരിക്കലും പാർട്ടിക്ക് കണക്കാക്കാൻ കഴിയില്ല. ഈ വോട്ടുകൾ കൊണ്ട് തന്നെ താൻ വിജയിക്കും. തെരഞ്ഞെടുപ്പ് ഫലം എന്തുതന്നെയായാലും ഇനി താൻ ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും എല്ലാ കാലത്തുമെന്നും കുന്നത്ത് മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. മങ്കടയിലെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കുന്നത്ത് മുഹമ്മദാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ പോളിംഗിൻ്റെ കണക്ക് കൂട്ടലാണ് എല്ലാവരും. പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ബൂത്തിൽ നിന്ന് ഏതൊക്കെ പഞ്ചായത്തിൽ നിന്ന് ഇത്രയെന്നൊക്കെ. പാർട്ടി കണക്കിലൊരിക്കലും മങ്കട വിജയിക്കുമെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് 12,000 വോട്ടിനോളം പിന്നിലാണ് എന്നൊക്കെയാണ്. അങ്ങയുടെ ഒരു കണക്കൂട്ടൽ എങ്ങനെയാണ്? പാർട്ടിൻ്റെ വോട്ട് പിന്നിലാണെന്നുള്ളത് പാർട്ടിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടെത്തുന്ന വോട്ടാണ് വിജയത്തിലേക്ക് എത്തുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈക്വലായി നിൽക്കാൻ പറ്റുന്ന പഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ അലി സാഹിബിൻ്റെ പഞ്ചായത്ത് ഞാൻ മുന്നോട്ട് പോകും, എനിക്ക് ലീഡുണ്ടാവും എന്ന് ഞാൻ തർപ്പിച്ച് പറയുന്നു. വിജയിക്കുന്ന ഉറപ്പാണ്. വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ദൈവത്തെ മറന്ന് പറയല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഭൂരിപക്ഷം എന്താ വെച്ചാൽ ഒരു മിനിമത്തിൽ നിന്ന് 1000-2000 നിന്നോ മേപ്പോട്ട് പോകും. ആളുകളുടെ ഒരു പ്രതികരണമുണ്ട്, അവർ തന്ന വാക്കും അവർ തന്ന കാര്യങ്ങളൊക്കെ, അതിനനുസരിച്ച് എൻ്റെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കും. പ്രചരണത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒന്നാണ് ഒറ്റാലും ജയിച്ചാലും കുന്നത്ത് മുഹമ്മദ് ലീഗിലേക്ക് മടങ്ങും എന്നുള്ളത്. അങ്ങനെ ഒരു മടക്കം ഇനി ഉണ്ടാകുമോ? ലീഗിലേക്ക് എന്തായാലും മടങ്ങുന്നില്ല. ഇടതുപക്ഷ സഹയാത്രികനായിട്ട് കൂടെ ഉണ്ടാവും. ഒറ്റാലും ജയിച്ചാലും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് ഈ പ്രചരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ദോഷം ചെയ്യുന്നു കരുതുന്നുണ്ടോ? ഇല്ല, ഗുണകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ കുന്നത്ത് മുഹമ്മദ് ലീഗിൽ നിന്നിട്ട് വോട്ട് ചെയ്താൽ മതി, അവിടെ തന്നെ നിന്നാൽ മതി, വോട്ട് ചെയ്താൽ മതി എന്നുള്ളത് എല്ലാ UDFൻ്റെയും ലീഗിൻ്റെയും ആളുകളുടെ അടുത്ത് സന്ദേശം അവർക്കിതോട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ലീഗിൻ്റെ അണികളും കുടുംബങ്ങളും ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നു എനിക്ക് വോട്ട് ചെയ്തു, ഏറെക്കുറെ ഒരു ഭാഗം അതിൻ്റെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കൊണ്ട് ലീഗിൽ നിന്ന് അടിയൊഴുക്ക് അങ്ങേക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള എനിക്ക് അടിയുറപ്പിച്ച് പറയാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നത് ലീഗ് നേതൃത്വം തള്ളിക്കളഞ്ഞ ഒരാൾക്കെതിരെ ലീഗുകാർ വോട്ട് അല്ലെങ്കിൽ ആൾക്ക് അനുകൂലമായി ലീഗുകാർ വോട്ട് ചെയ്യില്ല എന്നാണ് മഞ്ഞളാംകുഴിയിലേക്ക് പറഞ്ഞിരുന്നത്. ലീഗ് നേതൃത്വം തള്ളി പറഞ്ഞ സാഹചര്യത്തിൽ ലീഗിൻ്റെ അണികളത് അംഗീകരിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങേക്ക് ഒപ്പം വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് റിസൾട്ടിന് ശേഷം കാണാം. ഞാൻ മുസ്ലിം ലീഗുകാരനെ ആയിരുന്ന സമയത്ത് മുസ്ലിം ലീഗിൽ നിന്ന് ചില ആളുകൾ
എന്നെ പിടിച്ച് പുറത്താക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതിനെതിരെ ഈ മുസ്ലിം ലീഗിൻ്റെ അണികൾ പ്രതികരിക്കും എന്നുള്ളതാണ്. അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് വോട്ട് ചെയ്തിട്ടാവാം. ഏതെങ്കിലും ഘട്ടത്തിൽ അലി നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു സ്ഥാനാർത്ഥി? ഇല്ല, അനി സാഹിബിൻ്റെ 3 പ്രാവശ്യത്തെ ഇലക്ഷനിലും കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മൂപ്പരത് എന്നോട് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. സംസാരിച്ചിരുന്നോ നേരിട്ട്? ഇല്ല, സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന കാണുമ്പോൾ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം എന്തെങ്കിലും നടത്തി? അത് മൂപ്പര ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എൻ്റെ അതൊക്കെ ഈ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, നേതൃത്വം ശരിക്കും അങ്ങേക്ക് ഉറപ്പ് തന്നിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഇത്തവണ മങ്കടയിൽ കുന്നത്ത് മുഹമ്മദനായിരിക്കുന്നു? എനിക്കല്ല, എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൊടുത്തിരുന്നു. എന്നിരുന്നാലും നമ്മളത് ചോദിച്ച് നേതൃത്വത്തിനോട് പോവുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ ഞാനറിയാതെ എൻ്റെ പേര് വരികയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഉണ്ടായത്. പക്ഷെ അത് ഇത്രമാത്രം ഒരു സംഭവത്തിലേക്ക് എത്തുമെന്നുള്ളത് പിന്നെ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ലീഗിൽ ഒരു വിഭാഗം തന്നെ വാർത്ത ചോർത്തി കൊടുത്ത് താങ്കൾക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണോ പറയുന്നത്? അത് അത്ര അങ്ങനെ തന്നെയാണ്. അവരെന്നെ അത് അതിലേക്ക് കൊടുക്കുകയും ചെയ്യുകയും എന്നെ പുറത്താക്കാൻ വേണ്ടി ജില്ലയിലെ ഒരു ഉപാധ്യക്ഷൻ നിലവിലെ MLA പാടെ കൂടി ഒരു ഗൂഢാലോചന നടത്തി അത് വരികയും ചെയ്തു, പുറത്താക്കി. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലേ? അങ്ങനെയാണ്, ഏറെക്കുറെ അങ്ങനെയാണ്. ഇതിൽ ഇപ്പോൾ അവസാന കണക്കുകളൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ജയം സാധ്യമല്ലെങ്കിൽ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ ഭാവി? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ പൊതുപ്രവർത്തനം ഇപ്പം അങ്ങനെ നിർത്തി പോകണമെന്നില്ല. അത് സേവിക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനെ കൂട്ടിയിട്ട് ജനങ്ങളെ സേവിക്കും. ഇവിടെ അതിന് ആവശ്യമില്ല. ഈ മേഖലയിൽ പൊതുപ്രവർത്തനം നടത്തും, അതിന് സംശയമൊന്നുമില്ല. കൂടെ നിന്നവരെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നൊന്നുമില്ല. പൊതുപ്രവർത്തനം തുടരും, അതിൽ കുഴപ്പമൊന്നുമില്ല. നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. തനിക്കുള്ള വോട്ടുകൾ തനിക്ക് തന്നെ ലഭിക്കും, അതിൻ്റെ കണക്ക് മറ്റാർക്കും അറിയില്ല, അത് വോട്ട് എണ്ണുമ്പോൾ അറിയാമെന്ന് പറയുമ്പോൾ അത്രമാത്രം വിജയപ്രതീക്ഷ തന്നെയാണ് കുന്നത്ത് മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അതേസമയം മങ്കടയിൽ മികച്ച ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് പറയുന്നു UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി. ലീഗ് വിമതനെ പിന്തുണച്ചത് CPM ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. CPM പ്രവർത്തകർ ഇക്കാരണത്താൽ വോട്ട് ചെയ്യാതിരിക്കുകയോ മാറ്റി വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. 5ാം മന്ത്രി വിവാദം വ്യക്തിപരമായി ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പാർട്ടിക്കും ജനങ്ങൾക്കും ഗുണം ഉള്ളവരെയാകും നേതൃത്വം മന്ത്രിയായി പ്രഖ്യാപിക്കുക. മാനദണ്ഡങ്ങളെല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും മഞ്ഞളാംകുഴി അലി ന്യൂസ് 18 പറഞ്ഞു. മങ്കടയിലെ MLAയും UDF സ്ഥാനാർത്ഥിയുമായിരുന്ന മഞ്ഞളാംകുഴി അലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി കണക്കൂട്ടലിൻ്റെ ദിവസങ്ങളാണല്ലോ. ഒരുപാട് സമയമുള്ളത് കൊണ്ട് കൂട്ടിയും കുറച്ചൊക്കെ പല വിലയിരുത്തലും വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലെ പ്രതീക്ഷകളൊക്കെ? അല്ല, ഞങ്ങൾ മണ്ഡലത്തിൽ യാതൊരു വിധ ടെൻഷനും ഇല്ല. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ അനുസരിച്ച് ഞങ്ങൾ നല്ല ഗംഭീരമായിട്ടുള്ളൊരു വിജയം ഉണ്ടാവുന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ. ബൂത്തിലെ കണക്കുകളൊക്കെ എത്രമാത്രം ആണ്? അത് ഞാനിപ്പോൾ അറിയില്ല, ഒക്കെ പെട്ടിയിലായതല്ലേ. ഞങ്ങളെ കണക്കുകൾ കൃത്യമായിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് പിന്നെ ചെറിയ രീതിയിലാണ് അവർ തന്നിട്ടുള്ളതെന്നാണ്, കുറച്ചാണ് തന്നിട്ടുള്ളത്. പക്ഷേ നല്ല വിജയം ഉണ്ടാവുന്നതന്നെ എല്ലാവരും പറയുന്നു. ഒരു തരത്തിലുള്ള ഒരു തകരാറുകളും എവിടെയും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഉണ്ടാവും അതിനേക്കാളൊക്കെ വളരെ മുകളിലാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലീഗിൽ ഒരാൾ മറുവശത്ത് പോയി സ്ഥാനാർത്ഥിയാവുമോ? ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ടാണ് മത്സരത്തിനിറങ്ങിയത്. അങ്ങ് ആ ഘട്ടത്തിലൊക്കെ വളരെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഒരു തരത്തിലും മറ്റു രീതിയിലൊന്നും പറയാതെ. പക്ഷെ എന്ത് തോന്നിയിരുന്നു അങ്ങനെ ഒരു നീക്കത്തെ പറ്റി? അത് CPM ചെയ്ത ഏറ്റവും വലിയൊരു പിടിത്തരായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ആ CPM എന്ന പാർട്ടി നശിക്കാൻ പാടില്ല, നല്ല രീതിയിൽ തന്നെ ഒരു പ്രതിപക്ഷത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ കാരണം പ്രതിപക്ഷത്തെ ഈ പാർട്ടി ഇല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആൾക്കാരും മറ്റുള്ള പാർട്ടികളിലേക്കാണ് പോവുക. അപ്പോൾ തീവ്രവാദം വല്ലാത്ത രീതിയിൽ ഇവിടെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ CPM ചെയ്തൊരു വലിയ പിടിത്തരാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അവരുടെ സെക്രട്ടറി ഒരു സ്ഥാനാർത്ഥിയെ പിന്നെ പരസ്യപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം പിൻവലിക്കുക, വേറൊരാൾക്ക് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ തകരാറുള്ളൊരു കാര്യമാണ്. ഒരിക്കലും സംഭവിക്കാത്തൊരു സംഗതിയാണ്. എന്തൊക്കെയോ അതിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്കൊന്നും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല പരിപാടികളും അവിടെ സംഭവിക്കുന്നത് കൊണ്ട് ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ടില്ല. പക്ഷേ അണികളത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. CPMൻ്റെ അണികൾ കുറേ ആൾക്കാർ ഒന്നുകിൽ വോട്ടിന് പോയിട്ടില്ല, അല്ലെങ്കിൽ വോട്ടിന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് ആർക്കൊക്കെയാണെന്ന് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാം, പിന്നെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ ആൾക്കാർ പോയിട്ടില്ല, കുറേ ആൾക്കാർ വളരെ നിരാശരാണ്. അപ്പോൾ വേറെ ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
SDP പിന്തുണ തവണ LDF ആകുമോ? എങ്ങനെയാണ്? പലതവണ ഒരു പിന്തുണ ഉണ്ട്. SDP പിന്തുണ 100% LDF തന്നെയാണ്. അവർ വളരെ പറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ SDP ചില ആൾക്കാർ അല്ലെങ്കിൽ ആ ഇതിനോട് നയത്തിനോട് എതിരിലുള്ള ആൾക്കാർ ചിലപ്പോൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് അതിൻ്റെ നോട്ടൊക്കെ ഉണ്ടാവാം. എനിക്കറിയില്ല കൃത്യമായിട്ട്. എല്ലാ വോട്ടുകളൊന്നും ഒരു മുകളിലിരുന്ന കുറച്ച് ആൾക്കാർ പറയുന്നത് കൊണ്ട് അങ്ങനെ കിട്ടിക്കൊള്ളൊന്നുമില്ല. പക്ഷേ അവർ പബ്ലിക്കായിട്ട് പറഞ്ഞത് SDPIയുടെ വോട്ട് LDF തന്നെയാണ്. അങ്ങ് മങ്കടയിലാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അന്ന് ഒരു പരാജയത്തോടെയായിരുന്നു. പക്ഷേ പിന്നെ തോറ്റെടുത്തത് തന്നെ ജയിച്ചിട്ടാണ് അദ്ദേഹം അങ്ങ് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചത്. ഇപ്പോൾ വീണ്ടും മങ്കടയിലേക്ക് തന്നെ എത്തുമ്പോൾ എങ്ങനെ കാണുന്നു ഒരു രാഷ്ട്രീയ ഈ സഞ്ചാരത്തിൽ? ജനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യകാലം തൊട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകളൊന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എല്ലാ ആൾക്കാർക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ഒന്നും നോക്കാതെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹം ജനങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, നമ്മുടെ നല്ല രീതിയിലാണ് ഇവിടെ വിജയിച്ചത്. അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് ഇപ്രാവശ്യം വിജയിക്കും. കാരണം ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സഹായിക്കുന്നതിന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ചർച്ചകളിൽ മൊത്തം മന്ത്രിമാരെ പറ്റി, മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പല വിവാദങ്ങളും നടക്കുന്നുണ്ട്. ലീഗിലെ മന്ത്രിമാരെ പറ്റിയും ചർച്ച നടക്കുന്നുണ്ട്. അങ്ങയുടെ 5ാം മന്ത്രിസ്ഥാനം മുതലാണ് ഈ ചർച്ചകൾ പലതും UDF വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചു തുടങ്ങിയത്. അന്നത്തെ ഒരു 5ാം മന്ത്രി വിവാദം ശരിക്ക് രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാനേ ശ്രമിക്കുന്നില്ല. അത് വളരെ സങ്കടകരമായിട്ടൊരു സ്ഥിതിയായിരുന്നു. 5ാം മന്ത്രി എന്ന് പറഞ്ഞ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയൊരു സംഗതിയാണല്ലോ. 5 മന്ത്രിമാർ ഇപ്പോൾ അന്ന് ലീഗിന് അർഹതപ്പെട്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് കൊടുക്കാൻ പറ്റിയില്ല. തുടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടകരമായിട്ടൊരു സ്ഥിതിയായിരുന്നു. അത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ. പിന്നെ പാർട്ടി പറയുമ്പോൾ ഞാനത് ഏറ്റെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് ആലോചിക്കാൻ തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോഴും മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിൽ അങ്ങയുടെ പേരൊക്കെയാണ് സജീവമായിട്ട് ചർച്ചകൾ കാണുന്നത്. എനിക്കറിയില്ല. അതൊക്കെ നമ്മുടെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കുന്നൊരു കാര്യമില്ല. തങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള നേതാക്കന്മാരെല്ലാവരും കൂടിയിരുന്ന് ഈ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള, നാടിന് ഗുണകരമായിട്ടുള്ള, ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കൊക്കെ ചെയ്യാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഒരു സംശയമില്ല മന്ത്രിമാരൊക്കെ തീരുമാനിക്കും. ഇതിൽ പ്രാദേശികമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളാണോ അതോ പരിചയസമ്പന്നതയാണോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അങ്ങ് കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് എല്ലാം ഉണ്ട്. എല്ലാം മിക്സ്ഡ് അപ്പാണല്ലോ. പരിചയം നിർബന്ധമായിട്ടും വേണ്ടി വരും. അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഓരോരോ ആൾക്കാരുടെ കപ്പാസിറ്റി, അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മന്ത്രിയാകാനുള്ള ഒരു ഇത്. അപ്പോൾ അത് നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ആരവർ സെലക്ട് ചെയ്താണെങ്കിലും എല്ലാവരും നല്ല ആൾക്കാർ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ UDF മന്ത്രിസഭ വരുന്ന കാര്യത്തിൽ ശുഭപ്രതീക്ഷ തന്നെയാണ്. അല്ല, അത് സംശയമില്ല. UDF ആയിരിക്കും ഞങ്ങൾ വരിക എന്നുള്ളത്. ഞങ്ങൾ എത്ര നമ്മൾ മൈനസായിട്ട് കണക്കൂട്ടിയിട്ടുണ്ടെങ്കിലും UDF ഭരണം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം. വ്യക്തിപരമായിട്ട് ആരാണ് മുഖ്യമന്ത്രിയുടെ ഒരു ആഗ്രഹം? അല്ല, അത് കോൺഗ്രസിലെ ഒരാൾ. പല പേരുകളും ചർച്ച ഉണ്ട്. ആരായാലും എല്ലാവരും നമ്മുടെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളാണ്. അപ്പം ആരാണെങ്കിലും കുഴപ്പമില്ല. കോൺഗ്രസിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതായിരിക്കും പറയാം. എന്താണെങ്കിലും ഇനി വളരെ കുറച്ച് ദിവസം വലിയ ഒരു ഭൂരിപക്ഷം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? ആ, ഒരു സംശയമില്ല. അതാണ് എനിക്ക് കിട്ടുന്ന കണക്കുകളും. ഭൂരിപക്ഷമായിരിക്കും മങ്കടയിലെ മേ ബി. മനസ്സിലായില്ല. സത്യം. കാരണം ജനങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഗിൽ നിന്ന് ഒരാൾ പോയി അവിടെ എതിരായിട്ട് മത്സരിക്കുമ്പോൾ ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ വളരെ ഡബിൾ സ്ട്രോങ് ആയിട്ട് എഴുന്നേക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഞാനിവിടെ തന്നെ കുറേ കാലമുണ്ട്. എൻ്റെ ഒരു പരിചയം, എൻ്റെ സുഹൃത്തുക്കളും, അതുപോലെ തന്നെ ഇതേപോലുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വമ്പിച്ച ഭൂരിപക്ഷം അത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കുന്നത്തുകുന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കണ്ട് പിന്തിരിപ്പിക്കാൻ അത്തരം ആലോചന നടത്തി? ഇല്ല, അത് ഞാൻ നടത്തിയിട്ടില്ല. അത് ശരിയല്ലല്ലോ. ഒരാൾ വ്യക്തിപരമായിട്ട് തീരുമാനം ഡിസിഷൻ ചെയ്യുന്നതല്ലേ. ഞാൻ പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ അതില്ലാതെ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള പരമാർത്ഥം. എന്നാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കാത്തിരിപ്പ്. UDF മന്ത്രിസഭ വരും എന്ന് തന്നെയാണ് ഇനി അറിയാനുള്ളത്. എത്ര ഭൂരിപക്ഷം ലഭിക്കും, അതിനുശേഷം UDF മന്ത്രിസഭ വന്നാൽ അദ്ദേഹം ആ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ്. എന്താണെങ്കിലും അതിനായുള്ള കാത്തിരിപ്പിലാണ്. അഖിലോട്ട് പറഞ്ഞൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് ഇടുക്കിയുടെ ചക്കക്കൊമ്പൻ. വനം വകുപ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ചിന്നക്കനാൽ 301 നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 11,675 രൂപ, പവന് 93,400 രൂപ. വെള്ളി ഗ്രാമിന് 265 രൂപ, കിലോയ്ക്ക് 2,65,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് സ്റ്റേഡിയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.